ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അടിപൊളിയായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അച്ചുട്ടി ട്യൂഷന് പോയി കേട്ടോ. അപ്പം നമ്മളിതാ വേഗം കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു 8:30 വരെ നമ്മുടെ കളിയൊക്കെ ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും മാറി മാറിയിട്ട് നമ്മുടെ അടുപ്പത്ത് ഇങ്ങനെ കയറിയും ഇറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുവാണേ. അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അരിപ്പൊടിയൊക്കെ ഇതുപോലെ തിളച്ച വെള്ളത്തിൽ വാട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് അരി അടുപ്പത്തിടണം. അതൊക്കെ അടുപ്പത്തിട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ റൈസ് കുക്കറിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കാമല്ലോ. അപ്പോൾ അതവിടെ ഇരുന്നിട്ട് അങ്ങ് വെന്തോളും. പിന്നെ ഇന്ന് അച്ചുവിന് ഉച്ചവരെ എക്സാമുള്ളൂ. അപ്പോൾ അവന് ചോറൊന്നും കൊണ്ടുപോകണ്ട, പക്ഷേ ഉച്ചയ്ക്ക് വരുമല്ലോ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ പോകാനൊക്കെ ഉള്ളൂ. പിന്നെ ഇന്ന് കറി വെക്കുന്നത് ചെമ്മീനും മുരിങ്ങക്കായും കൂടിയിട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത് കേട്ടോ. കുറേ നാളായിട്ടുണ്ട് ഞാൻ ഈ ഒരു 2 ഐറ്റം കൂടിയിട്ടൊരു കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ആ ആഗ്രഹം അങ്ങ് സാധിക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീനൊക്കെ ഞാൻ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ തന്നെ ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അതുകൊണ്ട് രാവിലെ എടുത്തിട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ദാ ചെമ്മീനും മുരിങ്ങക്കായും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ വറ്റി വന്നാൽ നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി അരച്ചു കൊടുക്കുക കേട്ടോ. ഇഞ്ചിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഈ കറി ഒന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഗ്രീൻ ടീ ഒക്കെ ഇപ്പുറത്ത് കുടിക്കുന്നുണ്ടായിരുന്നേ. കറിയിലേക്കുള്ള ഉള്ളി വറുത്തിടുമ്പോഴേ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ യെല്ലോ കളറും റെഡ് കളറും കൂടിയിട്ടാവുമ്പോൾ കറി കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാവും കേട്ടോ. എന്തായാലും ഈ കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ മുരിങ്ങക്കായ മാത്രമാണെങ്കിൽ എനിക്കിഷ്ടമില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് പച്ചക്കറി ഒട്ടും ഇഷ്ടമില്ല എന്നുള്ളത്. ഇതിൽ ചെമ്മീനും കൂടി ഉള്ളത് കൊണ്ട് അടിപൊളിയായിരുന്നേ. ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ ഇന്ന് കൂർക്കയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് കൂർക്ക എടുത്തിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് അപ്പുറത്ത് അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നാൾ വാങ്ങിച്ച ചീരയിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചതായിരുന്നേ. അപ്പോൾ ഇനി അതെടുത്ത് വെച്ചാൽ അത് നാശമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് വറുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞുപ്പേരി ചീര വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചീര പിന്നെ ഒന്ന് വാടി കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരം കഴിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ ചിരകി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചീര വാടി കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി സെറ്റാണല്ലോ. ഇതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെന്തിട്ട് അതൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പണികളിങ്ങനെ ഓരോന്നൊന്ന് തകൃതിയായിട്ട് നടക്കുന്നുണ്ടാവും. എല്ലാം കൂടി ഞാനിതിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ദാ ചീരപ്പേരി ആയ അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കഴുകാതെ നമ്മുടെ കൂർക്കപ്പേരും വറുത്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും പിന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വേവിച്ച കൂർക്ക ഉണ്ടല്ലോ അത് വെള്ളത്തോടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വറ്റിച്ചെടുക്കുക. അപ്പോൾ കൂർക്കപ്പേരി സെറ്റ് മണിയായിട്ടുണ്ട്. അങ്ങനെ ദാ ഒരുവിധം പണികളൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാനും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ കുഴക്കട്ടയ്ക്കുള്ള ബോൾസൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി വാട്ടിയത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് പരത്തുക. അതിലേക്ക് ശർക്കരയും തേങ്ങയും കൂടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നിറച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബോളാക്കി എടുക്കുക. എന്നിട്ട് ആവിയിൽ ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. ഇനിയുള്ളത് ഇതാണ് ഒരു ടാസ്ക്. പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളതാണ്. പാത്രങ്ങളൊക്കെ കഴുകി അടുക്കള ഒന്ന് നീറ്റാക്കി ഇടുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പിന്നെ ചായ കുടിക്കാനൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ എനിക്കുള്ള ഫുഡൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ മുടി അങ്ങ് അഴിച്ചിട്ടാൽ മതിയല്ലോ. പിന്നെ മുടി കെട്ടാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അയൺ ചെയ്ത് കഴിഞ്ഞാൽ. ഒരുങ്ങലുണ്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് സമയം അങ്ങ് പോകും കേട്ടോ. പിന്നെ ഇരുന്ന് ചായ കുടിക്കാനുള്ള നേരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിന്നിട്ട് തന്നെ ഞാൻ ഒരു കുഴക്കട്ട അങ്ങ് കഴിച്ചു. പിന്നെ 1/2 ഗ്ലാസ് ചായയും കുടിച്ചു കേട്ടോ. അത് കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയത്. അങ്ങനെ ദാ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇന്ന് തുടയ്ക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ സീറ്റിലൊക്കെ നിറച്ച് പൊടിയായിരുന്നേ. അങ്ങനെ പിന്നെ ദാ നമ്മൾ എന്നത്തെയും പോലെ ഒരുങ്ങി പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ വീട്ടിലത്തെ അംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. പിന്നെ ദാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് വിട്ടത് കേട്ടോ. ഇന്ന് ജിമ്മിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ അച്ചു വീഡിയോ എടുത്തു തന്നതാണ് അത് കേട്ടോ.
അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ വരുമ്പോൾ അച്ചു ഉമ്മർത്തുണ്ടായിരുന്നു കേട്ടോ. അവനിന്ന് ട്യൂഷനൊന്നും ഇല്ലായിരുന്നു വൈകിട്ട്. അപ്പോൾ അവൻ ഓരോ ചെടി കൃഷിയിലായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തപ്പോഴേ അവൻ ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സ്പ്രേ കുപ്പികളുണ്ടായിരുന്നേ. അതൊക്കെ എങ്ങനെയൊക്കെയോ ഓപ്പൺ ചെയ്ത് അതിൽ വെള്ളമൊക്കെ നിറച്ച് അവൻ്റേതായ ചെടികളൊക്കെ ഉണ്ടാക്കി ഉമ്മർത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതൊക്കെ വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ കാരണം കാണിച്ചതാണേ. പിന്നെ ജിമ്മിൽ കയറാത്തത് എന്താണെന്ന് വെച്ചാൽ 2 ദിവസം നല്ല മരാമത്തായിരുന്നു കേട്ടോ ജിമ്മിൽ. അതുകൊണ്ട് ഭയങ്കര ബോഡി പെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ വീട്ടിലേക്ക് അങ്ങ് വെച്ച് പിടിച്ചു കേട്ടോ. അധികമായാൽ അമൃതും വിഷമാണെന്നാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി കേട്ടോ. പിന്നെ ഇപ്പോൾ വൈകിട്ട് വന്നാൽ ഒരു ചായ മസ്റ്റായിട്ടുണ്ട് കേട്ടോ. കാരണം യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന കാരണം കൊണ്ടും എന്തോ അറിയില്ല, ഭയങ്കര തലവേദനയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കും. പിന്നെ നല്ല വിശപ്പുണ്ടാവും കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് ചോറല്ലേ കൊണ്ടുപോകുന്നുള്ളൂ, പിന്നെ ഒന്നും കഴിക്കണില്ലല്ലോ. അപ്പോൾ വൈകിട്ട് വരുമ്പോൾ നല്ല എന്തൊക്കെയോ തിന്നാനുള്ളൊരു വിശപ്പായിട്ടാണ് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളയിൽ വന്നപ്പോഴേ രാവിലെ ഉണ്ടാക്കിയ കൊഴക്കട്ടയിൽ 2 ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം കഴിച്ചു കേട്ടോ. 2 എനിക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവൻ പറഞ്ഞ് അവനൊന്ന് വേണമെന്ന്. അപ്പോൾ പിന്നെ അവനങ്ങ് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ വൈകിട്ട് മേല് കഴുകാനും അങ്ങനെയുള്ള അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.